ശബരിമലയിലെ നിർമാല്യം എന്നത് ഒരു പ്രത്യേക കഥയല്ല, മറിച്ച് പുലർച്ചെ നടത്തുമ്പോൾ മാത്രം ദർശിക്കാവുന്ന ഏറ്റവും ദിവ്യമായ അഭിഷേക പൂജയാണ്. മുൻ ദിവസം ചാർത്തിയ അലങ്കാരങ്ങളും മാലകളും നീക്കി വിഗ്രഹത്തിൽ അഭിഷേകം നടത്തുന്ന ഈ നിമിഷം അയ്യപ്പന്റെ യഥാർത്ഥ രൂപം കാണാൻ സാധിക്കുമെന്നാണ് വിശ്വാസം. ലക്ഷ്യം പൂർത്തിയാക്കിയ ശേഷം മണികണ്ഠൻ പന്തളം രാജാവിനോട് തനിക്കായി ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ ആവശ്യപ്പെടുകയും ഒടുവിൽ അദ്ദേഹം അമ്പെയ്ത സ്ഥലം ശബരിമലയായി മാറുകയും ചെയ്തു. പ്രകൃതിക്ക് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലെ നിത്യജീവിതവും പൂജകളും തത്വമസി എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അടുത്ത് പ്രത്യേകം ക്ഷേത്രത്തിൽ മാളികപ്പുറത്തമ്മ എന്നു പേരുള്ള ശക്തിസ്വരൂപിണിയായ ഒരു ഭഗവതി സങ്കല്പവും തുല്യ പ്രാധാന്യത്തിൽ കുടികൊള്ളുന്നു. ക്ഷേത്രത്തിന് മുന്നിലുള്ള 18 പടികൾ പ്രസിദ്ധമാണ്. ഇവ 18 ആത്മീയ തത്വങ്ങളെ പ്രതീകവൽക്കരിക്കുന്നു എന്നാണ് വിശ്വാസം. നെയ്യഭിഷേകമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. ജീവാത്മാവായ ഭക്തൻ പരമാത്മാവായ ഭഗവാന് സമർപ്പിക്കുന്ന വസ്തു എന്ന തലത്തിലും ഇരുമുടിക്കെട്ടിനെ വിശേഷിപ്പിക്കാറുണ്ട്. ശാസ്താവിൽ വിലയം പ്രാപിച്ച വീരയോദ്ധാവായി അയ്യപ്പനെ ചിത്രീകരിക്കുന്ന ഐതിഹ്യവും പ്രചാരത്തിലുണ്ട്. ഗുരു പ്രത്യക്ഷ ദൈവമാണെന്ന് കണ്ടാലേ വളർച്ചയുണ്ടാകൂ. ഗുരു ശരിക്കൊരു ത്യാഗിയാണോ സത്യസന്ധനാണോ എന്ന് നേരിൽ മനസ്സിലാക്കി പൂർണ്ണ വിശ്വാസം വരാതെ ആരെയും ഗുരുവായി സ്വീകരിക്കരുത്. ഗുരുവായി ഒരാളെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ പൂർണ്ണ സമർപ്പണമുണ്ടാകണം, എങ്കിലേ വളരുവാൻ കഴിയൂ. ഗുരുവിനോടുള്ള ഭക്തി എന്ന് പറയുന്നത് പൂർണ്ണ ശരണാഗതിയാണ്. അമ്മയുടെ, ഗുരുവിൻ്റെ ഈ വാക്കുകൾ ചിന്തയിൽ ദീപം തെളിയിക്കട്ടെ.